നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അപ്പോളോ ടയേഴ്സിൽ ATEU CITU നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെന്റിന്റെ അന്യായ നടപടിക്കെതിരെ ധർണ നടത്തി. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. വ്യാസ വിദ്യാനികേതനിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഔസേപ്പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും കന്യകാമറിയത്തിന്റെയും തിരുനാൾ 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, 7:30 ശ്രീഭൂതബലിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗജരാജൻ പാമ്പാടിരാജൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് നടന്ന പഞ്ചാരിമേളത്തിന് കലാനിലയം ഉദയൻ നമ്പൂതിരി നേതൃത്വം നൽകി. 7 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ഉച്ചയ്ക്ക് 12:30 കാവ്യ രഘു അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും തുടർന്ന് ഉച്ചതിരിഞ്ഞ് 7 ആനകളുടെ അകമ്പടിയോടെ പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും ശേഷം കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ പാണ്ടിമേളവും കുടമാറ്റവും നടന്നു. വൈകിട്ട് 6:30 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും വിവിധ സമുദായക്കാരുടെ താലിവരവും ഉണ്ടായി. അപ്പോളോ ടയേഴ്സിൽ ATEU CITU നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെന്റിന്റെ അന്യായ നടപടിക്കെതിരെ ധർണ നടത്തി. മാനേജ്മെന്റും തൊഴിലാളി യൂണിയനും തമ്മിലുള്ള കരാറിന് വിരുദ്ധമായി മുന്നറിയിപ്പ് പോലും നൽകാതെ തൊഴിലാളിയെ സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ATEU CITU ജോയിന്റ് സെക്രട്ടറി ക്ലിറ്റസ് ബേബിയെയാണ് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് അന്യായമായി സസ്പെൻഡ് ചെയ്തത്. കമ്പനി ഗേറ്റിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ നടന്ന ധർണ CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി K സന്തോഷ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS സന്തോഷ്, VX ജോസ്മോൻ, PC അനൂപ് എന്നിവർ സംസാരിച്ചു. എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഏതൊരു കമ്പനിയുടെയും എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച അതിൻ്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് എഗ്രിമെന്റിനകത്ത് വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തി. എഗ്രിമെന്റിന്റെ ഭാഗമായി തൊഴിലാളികൾക്കും വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പോളി ജോസഫ്, കൈക്കാരൻ ജോസഫ് തോമസ് കളമ്പാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനുവരി 25, 26 ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഔസേപ്പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും കന്യകാമറിയത്തിന്റെയും തിരുനാൾ 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ാം തീയതി രാവിലെ കുർബാനയ്ക്ക് ശേഷം രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് അമ്പ് വെഞ്ചരിച്ച ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. ഉച്ചതിരിഞ്ഞ് അമ്പ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. വികാരി ഫാദർ ജോയ് കടമ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻറ്റോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സെന്റ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും.
ഉച്ചതിരിഞ്ഞ് 3:30 കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. 27 തിങ്കളാഴ്ച അങ്ങാടിയമ്പും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട്, ജോയ് ആന്റണി പഴയടത്ത് പറമ്പിൽ, ലോറൻസ് അരിക്കാട്ട്, CK ജോയ്, വർക്കി പ്ലാത്തോടം, ജിയോ വടക്കേ പീഡിയക്കാരൻ തുടങ്ങിയവർ ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു പ്രദർശനം വെച്ച് കഴിഞ്ഞിട്ടാണ് 3:30 കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായുള്ള പ്രദർശനമാണ്. ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രദർശനമാണ്. ഞാൻ പറഞ്ഞതുപോലെ 3 ഇടവകൾ ഇതിനകം മാറിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇതിൽ പങ്കെടുക്കും. കാരണം അവരുടെ പഴയ ഇടവപ്പള്ളിയാണ്. സെന്റ് മേരീസ് കുരിശുപള്ളി എന്ന് പറഞ്ഞ ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച അങ്ങാടിയമ്പുഴ നടത്തുന്നത്. ഇടവകയിലെ 2 തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും 2 അങ്ങാടിയമ്പുഴ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നു. അത് ശരിക്കും ഒരു ദേശത്തിൻ്റെ ഉത്സവമായി സർവ്വജാതി മത ഭേദമന്യല്ല. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുറ്റുകാരൻ ഗ്രൂപ്പും SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ TN രാമൻ അധ്യക്ഷത വഹിച്ചു. SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് A ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു. ചാലക്കുടി മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ലില്ലി ജോസ്, സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പാൾമാരായ ബിന്ദു PP, പുരുഷോത്തമൻ TR, കുറ്റൂക്കാരൻ ഗ്രൂപ്പ് പോപ്പുലർ ഓട്ടോമൊബൈൽസ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ PN, സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ NP എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുത്തു. നിരഞ്ജന മധു സ്വാഗതവും കൃഷ്ണവേണി TB നന്ദിയും പറഞ്ഞു. മാള എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ ഒരാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വടമ എക്സൈസ് റേഞ്ച് ഓഫീസ് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസൺ ജനുവരി 21 നടത്തിയ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങരയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്രവാഹനത്തിലിരുന്ന 4 യുവാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ കേസെടുത്തുകൊള്ളാൻ ആക്രോശിച്ചുകൊണ്ട് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാളായ മുഹമ്മദ് അസിനെ പിടികൂടുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ ശ്രീനി, GSI ജസ്റ്റിൻ, GASI നജീബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ്, സനീഷ്, രാഗിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും കൊലപ്പെടുത്താൻ അനുമതി നൽകുക വഴി വന്യമൃഗങ്ങളുടെ എണ്ണം വനവിസ്തൃതിക്കനുസരിച്ച് നിജപ്പെടുത്തി ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ എത്രയോ അധികം വന്യമൃഗങ്ങൾ പെരുകുന്നത് തടയാൻ വംശവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് പറഞ്ഞു. ചാലക്കുടി മേഖലയിലെ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയ നായാട്ടുകുണ്ട്, ചൊക്കന, കാരിക്കടവ്, മുപ്പിളി, കോടശ്ശേരി, പരിയാരം മേഖലകളിലെ 100 കണക്കിന് കർഷകരും തോട്ടം തൊഴിലാളികളും ചേർന്ന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരസമിതി ചെയർമാൻ ജോർജ് മനാട്ടുകാലായിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് അലി KK, PT ചന്ദ്രൻ, കാരിക്കടവ് പ്രകൃതി മുപ്പൻ, ശ്യാം KV, CV കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമരസമിതി ചെയർമാൻ ജോബിൻ വടാശ്ശേരി സ്വാഗതവും ജോർജ് കൂനമ്പുറത്ത് നന്ദിയും പറഞ്ഞു. അബ്രഹാം മൊറേലി, ജോൺസൺ പന്തലുകാരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. 2024 വരെയുള്ള ഈ 5 വർഷം കൊണ്ട് 486 പേര് കേരളത്തിൽ വന്യമൃഗശല്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു.
486 പേര് 5 വർഷം കൊണ്ട് മരിച്ചിട്ടും അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കോ ഈ നാട്ടിലെ ജനപ്രതിനിധികൾക്കോ വലിയ പ്രശ്നമല്ല. ഇതേ സമയത്ത് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് നിയമസഭയിൽ ഇതേവരെ അനധ്യാപക ദിനത്തോടനുബന്ധിച്ച് ആലത്തൂർ ALP സ്കൂളിലെ അനധ്യാപകരായ ഷൺമുഖൻ KS, എൽസൺ KS, നിത്യ സജീവ്, ബിന്ദു ബാബു, ശ്രീജ രതീഷ് എന്നിവരെ വിദ്യാലയത്തിലെ മുൻ പ്രധാനാധ്യാപകനായ NS സന്തോഷ് ബാബു, പ്രധാനാധ്യാപിക PM ജിൻസ, അധ്യാപകരായ CG അനൂപ്, രശ്മി NR എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7525 രൂപ, പവന് 60,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അപ്പോളോ ടയേഴ്സിൽ ATEU CITU നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെന്റിന്റെ അന്യായ നടപടിക്കെതിരെ ധർണ നടത്തി. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. വ്യാസ വിദ്യാനികേതനിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഔസേപ്പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും കന്യകാമറിയത്തിന്റെയും തിരുനാൾ 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.